ഡ്രാമയുടെ തുടക്കത്തിൽ ലിസൺ എന്നു പേരുള്ള ഒരു പെൺകുട്ടി തൻ്റെ ഹസ്ബൻഡ് മിയോങ്ങിൻ്റെ ഓഫീസിലേക്ക് വരികയാണ്. അവിടെ അവൾ തൻ്റെ ഹസ്ബൻഡ് എമ്മിങ് എന്നു പേരുള്ള ഒരു പെണ്ണുമായി പ്രേമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് കണ്ട് ലിസൺ ആകെ ഷോക്കായിപ്പോയി. അവൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് റൂമിനകത്ത് കയറി മിയോങ്ങിനോട് ചോദിച്ചു, നിങ്ങൾ രണ്ടാളും ഇവിടെ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യുകയാണല്ലേ? അപ്പൊ മിയോങ്, അങ്ങനെയൊന്നുമില്ല, ഇത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒഴിയുന്നു. പിന്നീട് അങ്ങോട്ട് ലിസനും മിയോങ്ങും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് തുടങ്ങുകയാണ്. അവസാനം അവൻ അവളോട് ഡിവോഴ്സ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ലിസൺ പറഞ്ഞു, അതെ, എനിക്കും ഡിവോഴ്സ് തന്നെ വേണം, അല്ലാതെ നിങ്ങളെപ്പോലെ ഒരുവന്റെ കൂടെ ജീവിക്കാൻ എനിക്കും തീരെ താല്പര്യമില്ല. ഇത്രയും പറഞ്ഞ് ലിസൺ അവിടുന്ന് പോകുന്നു. പിന്നീട് മിയോങ് എമ്മിങ്ങിനോട് വർത്തമാനം പറയുന്നതാണ് കാണിക്കുന്നത്. മിയോങ്ങിന് ലിസനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതേ സമയം നമ്മുടെ ലിസൺ ഒരു ബാറിലിരുന്ന് നന്നായി മദ്യപിക്കുകയാണ്. കാരണം അവൾക്ക് നല്ല വിഷമമുണ്ട്. പെട്ടെന്ന് അവിടേക്ക് മിയോങ്ങും വരികയാണ്. അവൻ അവളോട്, നീ ഇത്രയൊന്നും അധികം മദ്യം കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് ലിസൺ, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്നു. ഇത് കേട്ട് മിയോങ് അവിടുന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് ലിസൺ തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവൾ അവിടെ തന്നെ വീഴാൻ പോയി. പക്ഷെ ആ സമയത്ത് തന്നെ അവിടെ മിസ്റ്റർ ലൂ എന്ന് പറയുന്ന ഒരുവൻ അവിടെ എത്തുകയും അവളെ വീഴുന്നതിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അവനെ കണ്ടപ്പോൾ ലിസിന് ഭയങ്കര സന്തോഷമാവുകയും അവൾ അവനോട്, നിങ്ങൾ വളരെ ഹാൻസം ആണല്ലോ എന്നൊക്കെ പറയുകയും ചെയ്തു. പെട്ടെന്ന് അവിടേക്ക് മിസ്റ്റർ ലൂവിന്റെ സെക്രട്ടറി വന്ന്, നമുക്ക് മീറ്റിങ്ങിന് സമയമായി, പോവണ്ടേ എന്ന് ചോദിക്കുന്നു. ഓക്കെ എന്നും പറഞ്ഞ് മിസ്റ്റർ ലൂ മീറ്റിങ്ങിനായി പോകുന്നു. മിസ്റ്റർ ലൂവിന്റെ മീറ്റിംഗ് നമ്മുടെ ലിസന്റെ ഹസ്ബൻഡ് മിയോങ്ങുമായിട്ടാണ് നടക്കേണ്ടത്. അങ്ങനെ അവർ രണ്ടാളും തമ്മിലുള്ള മീറ്റിംഗ് തുടങ്ങി. ഇവിടെ മിസ്റ്റർ ലൂ മിയോങ്ങിനെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാണ് മിസ്റ്റർ ലൂ ഇരിക്കുന്നത്. ഇതിനിടയിൽ മിസ്റ്റർ ലൂ മിയോങ്ങിനോട് അവൻ്റെ വൈഫിനെ കുറിച്ച് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം, നീ നിന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണല്ലോ എന്നൊക്കെ ചോദിച്ചു ഒരുതരം കളിയാക്കലൊക്കെ അവിടെ നടന്നു. രണ്ടാളും തമ്മിൽ മീറ്റിങ്ങിൽ കുറച്ച് വഴക്കൊക്കെ ഉണ്ടായി. മിയോങ്ങിന് മിസ്റ്റർ ലൂവിനോട് നല്ല ദേഷ്യം തോന്നി. മീറ്റിങ്ങിനിടയിൽ രണ്ടാളും എഴുന്നേറ്റു. ആ സമയത്ത് മിസ്റ്റർ ലൂവിൻ്റെ സെക്രട്ടറി രണ്ടാളെയും രമ്യതയിലേക്ക് എത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് രണ്ടാളും അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ ലിസൺ ഒരു ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവളുടെ റൂം നമ്പർ 6 ആണ്. ആ സമയത്ത് തന്നെ മിസ്റ്റർ ലൂവും അബദ്ധത്തിൽ അവളുടെ റൂമിൽ എത്തിച്ചേരുന്നു. അവൻ്റെ റൂം നമ്പർ 9 ആയിരുന്നു. അങ്ങനെ രണ്ടാളും ഒരേ റൂമിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഷോക്കാവുന്നു. നമ്മുടെ ലിസൺ ആണെങ്കിൽ മദ്യം കഴിച്ച് ഫുൾ ഫിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മിസ്റ്റർ ലൂവിൻ്റെ അടുത്തേക്ക് തന്നെ അവൾ പോവുകയാണ്. വീണ്ടും ലിസൺ കാൽ തെറ്റി വീഴാൻ പോയപ്പോൾ മിസ്റ്റർ ലൂ അവളെ പിടിച്ചു. ഈ സമയത്ത് ലിസൺ മിസ്റ്റർ ലൂവിനെ കിസ് ചെയ്തു. അവനത് ആകെ ഒരു ഷോക്കായിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലിസൺ ഉറക്കം എണീച്ചപ്പോൾ താൻ എവിടെയാണെന്ന് അവൾക്കൊരു പിടിയും ഇല്ലായിരുന്നു. കാരണം ഇന്നലെ അത്രയ്ക്കാണല്ലോ അടിച്ചു പൂസായത്. മിസ്റ്റർ ലൂവിനെ കണ്ടപ്പോൾ ഇന്നലെ രാത്രി അവനുമായി നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ നടന്നു എന്ന് അവൾക്ക് തോന്നി. മാത്രമല്ല മിസ്റ്റർ ലൂ അവൾ അവനെ കിസ് ചെയ്യുന്ന ഫോട്ടോ ഒക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ വാസ്തവത്തിൽ അതിൽ കൂടുതലൊന്നും അവിടെ ഒന്നും നടന്നിരുന്നില്ല. പക്ഷെ മിസ്റ്റർ ലൂ അവളോട് ചോദിക്കുന്നു, നീ ഇന്നലെ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ലേ? അപ്പോൾ ലിസൺ അതെ എന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെ ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് ലിസൺ തൻ്റെ ജോലിക്ക് പോവുകയാണ്. അവൾ ഒരു പുതിയ ഓഫീസിൽ പുതുതായി ജോലിക്ക് പോവുകയാണ്. അങ്ങനെ അവൾ തൻ്റെ പുതിയ ഓഫീസിലെത്തി. അവിടെ എല്ലാവരും പറയുന്നത് അവൾ കേട്ടു. അതായത് അവരുടെ കമ്പനിയുടെ ബോസ് ഇന്ന് അവിടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും അയാളെ സ്വാഗതം ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരു കാറിൽ അവിടേക്ക് നമ്മുടെ മിസ്റ്റർ ലൂ വന്നിറങ്ങിയത്. ആ കമ്പനിയുടെ ബോസ് വേറെ ആരുമായിരുന്നില്ല, മിസ്റ്റർ ലൂ തന്നെ ആയിരുന്നു. അങ്ങനെ മിസ്റ്റർ ലൂ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ലിസനെ പിറകിൽ നിന്ന് ആരോ തള്ളിയതും അവൾ നേരെ മിസ്റ്റർ ലൂവിൻ്റെ മുന്നിൽ വീഴാൻ പോയി. അപ്പോൾ മിസ്റ്റർ ലൂ വീണ്ടും അവളെ പിടിച്ചു. ഇതോടെ ലിസൺ ആകെ നാണം വരികയോ അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് തോന്നി. കാരണം അവളുടെ മനസ്സിൽ അവർ തമ്മിൽ ഇൻറ്റിമേറ്റ് ആയ കാര്യമാണ് ഓർമ്മ വന്നത്. എല്ലാം കൊണ്ടും അവൾ ആകെ അത്ഭുതപ്പെടുന്നു. ആ സമയത്ത് അവിടേക്ക് ലിസന്റെ ഹസ്ബൻഡ് മിയോങ്ങും വരുന്നു. അവൻ ലിസനോട് ചോദിച്ചു, നീ ഇവിടെ ഇവനുമായിട്ട് എന്താ ചെയ്യുന്നത് എന്ന്. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, ലിസന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, അവൾ കാൽ വഴുതി വീഴാൻ പോയപ്പോൾ ഞാൻ അവളെ പിടിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് മിസ്റ്റർ ലൂ മിയോങ്ങിനോട് ചോദിച്ചു, അല്ലെങ്കിലും നീ ഇനി ഇവളുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? നീ ഇവളെ ഏതായാലും ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചതല്ലേ? മിയോങ് ആണെങ്കിൽ അതിനൊരു മറുപടിയും പറയുന്നില്ല. ലിസൺ ആണെങ്കിൽ ആകെ കൺഫ്യൂഷനിലാണ്. അവളുടെ മനസ്സിലാണെങ്കിൽ എന്തൊക്കെയോ ചിന്തകളാണ്. ഒന്നാമതായിട്ട് അവൾ ഇപ്പോൾ അവളുടെ ബോസുമായി ഇൻറ്റിമേറ്റ് ആയിരിക്കുകയാണ്. ഇത് വേറെ ആരും അറിയാതിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ അവൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവൾ മിസ്റ്റർ ലൂവിനെ കാണാനായി അവൻ്റെ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ അവൾ അവൻ്റെ ഓഫീസ് റൂമിൽ എത്തിയപ്പോൾ അവൻ ലിസനോട് പറഞ്ഞു,
നീ എൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. അപ്പോൾ അവൾ അവനോട് പറഞ്ഞു, ഇന്നലെ രാത്രി നമുക്കിടയിൽ സംഭവിച്ചതെല്ലാം നീ മറക്കണം. ഞാൻ ഇന്നലെ വല്ലാതെ മദ്യപിച്ചു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ മിസ്റ്റർ ലൂ അവളോട് ചോദിച്ചു, ഇന്നലെ രാത്രി നടന്നത് ഞാൻ എങ്ങനെ മറക്കാനാണ്? നീ ഇന്നലെ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചില്ലേ? ലിസൺ ചോദിച്ചു, നീ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? നീ എനിക്ക് മാപ്പ് തരണം. നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ അനുസരിക്കാം. പക്ഷേ നമുക്കിടയിൽ നടന്ന ഈ കാര്യം നീ ആരോടും പറയരുത്. മിസ്റ്റർ ലൂവിൻ്റെ ഫോണിൽ തൻ്റെ കുറേ ഫോട്ടോസ് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ കുറച്ചുകൂടി ടെൻഷനിലാവുന്നു. അവൾ അവനോട് പറഞ്ഞു, നീ ഇത് ആരെയും കാണിക്കരുത് എന്ന്. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, ശരി, ഞാൻ ഇതൊന്നും ആരെയും കാണിക്കുകയുമില്ല, ആരോട് നിന്നെക്കുറിച്ചൊന്നും പറയുകയുമില്ല. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അതായത് നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആവണം. ഇത് കേട്ട് അവൾ ആകെ ഷോക്കാകുന്നു. മിസ്റ്റർ ലൂ പറഞ്ഞു, നീ എൻ്റെ ഒരു ഫേക്ക് ഗേൾ ഫ്രണ്ട് ആയാൽ മതി, അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം. ലിസന് അതിലൊട്ടും താല്പര്യമില്ലാതിരുന്നിട്ടും കൂടി അവസാനം അത് അവൾക്ക് അനുസരിക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ മിസ്റ്റർ ലൂ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അടുത്ത സീനിൽ മിയോങ് ലിസന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. അവൻ പറഞ്ഞു, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, അച്ഛൻ നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ലിസൺ മിയോങ്ങിൻ്റെ അച്ഛനെ കാണാനായി പോവുകയാണ്. അവളെ കണ്ടപ്പോൾ അവിടെ ഉള്ളവർക്കെല്ലാം വളരെ സന്തോഷമാകുന്നു. പക്ഷേ മിയോങ്ങിൻ്റെ മരുമകൾ മാത്രം ലിസനെ കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം അവൾ വിചാരിച്ചിരുന്നത് ലിസൺ മിയോങ്ങുമായി ഡിവോഴ്സായി എന്നാണ്. അവൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് ലിസനെ കളിയാക്കാൻ ശ്രമിച്ചു. പക്ഷേ ലിസൺ അവളെ അധികം മൈൻഡ് ചെയ്യാതെ മിയോങ്ങിൻ്റെ അച്ഛനെ കാണാനായി പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മിയോങ്ങിൻ്റെ ഗ്രാൻഡ് ഫാദർ ലിസനെ കണ്ട് വളരെ സന്തോഷവാനായി ഇരിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ ചോദിച്ചു, എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട്? നിനക്ക് സുഖമല്ലേ? അവൾ അതെ, സുഖം തന്നെ, മുത്തച്ഛനെ കണ്ട് എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് അവിടേക്ക് മിയോങ്ങിൻ്റെ അച്ഛൻ വരുന്നത്. അച്ഛനും അവളെ കണ്ടതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. പിന്നീട് അവളോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ഓഫർ തരികയാണ്. അതായത് നീ മിയോങ്ങിൻ്റെ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ഭൂരിഭാഗവും നിനക്ക് തരുന്നതായിരിക്കും. ഇത് കേട്ട് ലിസൺ വളരെ സന്തോഷവതിയാകുന്നു. മിയോങ്ങിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഇതായിരുന്നു, തൻ്റെ കമ്പനിയുടെ മാനേജർ തൻ്റെ കുടുംബത്തിൽ നിന്നും തന്നെ ആകണം എന്നായിരുന്നു. പിന്നീട് ലിസൺ ആ പേപ്പേഴ്സ് ഒക്കെ വായിച്ച് അച്ഛനോട് യെസ് പറയുന്നു. അവൾക്ക് പൈസക്ക് നല്ല ആവശ്യമുണ്ടായിരുന്നു. അവൾ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യാൻ റെഡിയാകുന്നു. പെട്ടെന്നാണ് അവിടേക്ക് മിയോങ്ങിൻ്റെ മരുമകൾ വന്ന് അവൾ സൈൻ ചെയ്യുന്നത് തടയാൻ നോക്കിയത്. പക്ഷേ ലിസൺ ആ പേപ്പറിൽ സൈൻ ചെയ്യുന്നു. പിന്നീട് അവിടെ മിയോങ് വരികയും അവളെ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ ഇടയിൽ വീണ്ടും അങ്ങനെ വഴക്ക് തുടരുകയാണ്. അവൾക്ക് വയറുവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് നിന്നും പോകുന്നു. കാരണം ഇന്ന് അവൾക്ക് മിസ്റ്റർ ലൂവിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവൻ അവളുടെ ഫോട്ടോസ് എല്ലാം ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവൾ മിസ്റ്റർ ലൂവിൻ്റെ വീട്ടിലെത്തുന്നു. അവളെ കണ്ടതും അവൻ വളരെയധികം ഹാപ്പി ആകുന്നു. മാത്രമല്ല അവൻ അവൾക്ക് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് രണ്ടാളും കൂടി ഫുഡ് കഴിച്ചു. അപ്പോഴാണ് ലിസൺ ഒരു ഐഡിയ തോന്നിയത്. അതായത് അവൾ ഏതായാലും മിയോങ്ങുമായി ഡിവോഴ്സിന് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ താൻ ഏതായാലും മിസ്റ്റർ ലൂവുമായിട്ട് ഇൻറ്റിമേറ്റായി അവൻ്റെ കുഞ്ഞിനെ മിയോവിൻ്റെ അച്ഛന് നൽകാം. അങ്ങനെ അവൾ മിസ്റ്റർ ലൂവിനെ ഇൻറ്റിമേറ്റ് ആവാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ രണ്ടാളും അന്ന് തന്നെ ഇൻറ്റിമേറ്റ് ആവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ലിസനും മിസ്റ്റർ ലൂവും ഉറക്കമെണീറ്റപ്പോൾ മിസ്റ്റർ ലൂവിന് ശരിക്കും അത്ഭുതമായിരുന്നു. അതായത് ലിസനുമായിട്ട് ഇൻറ്റിമേറ്റ് ആകാൻ കഴിയുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. പിന്നീട് മിസ്റ്റർ ലൂവിൻ്റെ ഓഫീസിൽ എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ലൂവിൻ്റെ കയ്യിലുള്ള പിങ്ക് കളർ ടിഫിൻ ബോക്സ് കണ്ട് എല്ലാവരും അതിനെ പ്രശംസിക്കുന്നു. ആക്ച്വലി ആ ടിഫിൻ ബോക്സ് ലിസൺ മിസ്റ്റർ ലൂവിന് സമ്മാനിച്ചതായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് ഭക്ഷണം കഴിക്കാനായി ലിസന്റെ ഹസ്ബൻഡ് മിയോങ്ങും അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. പക്ഷേ അവൻ ചോദിക്കുന്ന ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞില്ല. അവൾ പറഞ്ഞു, നമ്മൾ ഡിവോഴ്സ് ആവാൻ പോകുന്നവരാണ്, എന്നിട്ട് നിങ്ങൾ എന്തിന് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ വരുന്നു? അപ്പോൾ മിയോങ് പറഞ്ഞു, നോക്കൂ, നമുക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കിടയിൽ പലതും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ലിസൺ അവൻ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് മിസ്റ്റർ ലൂ വന്നത്. എന്നിട്ട് അവൻ ലിസനോട് ചോദിച്ചു, നിന്നോടൊരു ജോലി കംപ്ലീറ്റ് ആക്കാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? നീ അത് ഇതുവരെയായിട്ടും പൂർത്തിയാക്കിയിട്ടില്ല അല്ലേ? അപ്പോൾ മിയോങ് പറഞ്ഞു, അതിന് അവളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, അതെനിക്കറിയാം. എന്നിട്ട് വീണ്ടും ലിസനോട് ചോദിച്ചു, ഞാൻ നിന്റെ ബോസാണ്, എന്താ നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലേ? ഇത് കേട്ട് പെട്ടെന്ന് തന്നെ ലിസൺ തൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് എഴുന്നേറ്റു പോയി. അതിനുശേഷം ലിസൺ തൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം മിസ്റ്റർ ലൂവിൻ്റെ അടുത്തെത്തി. അപ്പോൾ മിസ്റ്റർ ലൂ അവളോട് പറഞ്ഞു, നോക്കൂ, ഞാൻ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നീ എൻ്റെ മാത്രം ഗേൾ ഫ്രണ്ടായി ഇരിക്കണം. ലിസൺ പറഞ്ഞു, നിങ്ങളൊരു മോശം മനുഷ്യനല്ല എന്ന് എനിക്കറിയാം,
അപ്പോൾ മിസ്റ്റർ ലൂ, അതെ, നീ അപ്പോൾ എന്നെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നും പറയുന്നു. അടുത്ത സീനിൽ ലിസനെ മിയോങ് ഷോപ്പിങ്ങിന് കൊണ്ടുപോയിരിക്കുകയാണ്. അവൾക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടി വന്നു. എന്നിട്ട് അവൾ ലിസനെ കളിയാക്കാൻ തുടങ്ങി. അവൾ ലിസനോട് പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് നീ എന്തിനാണ് ഇയാളുടെ കൂടെ ഇങ്ങനെ ഷോപ്പിങ്ങിന് വന്നത്? അപ്പോൾ ലിസൻ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. അല്ല, ഇതൊക്കെ അന്വേഷിക്കുന്ന നീ ആരാ? അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, നീ ഒരു ദുഷ്ടത്തിയാണ്. ഇത് കേട്ട് മിയോങ് അവിടേക്ക് വരികയും ആ പെണ്ണിന്റെ കരണക്കുറ്റിക്കിട്ടൊന്ന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്? ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നീട് ആ പെൺകുട്ടിയെ അവളുടെ ഫ്രണ്ട് അവിടുന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. പിന്നീട് മിയോങ് ലിസനോട് പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോളൂ എന്ന്. ലിസൻ വളരെ ഭംഗിയുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. അവൾ അത് ഇട്ടപ്പോൾ ഒരു ദേവതയെ പോലെ തോന്നി. അടുത്ത സീനിൽ ലിസനും മിയോങ്ങും ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണ്. ലിസൻ ആണെങ്കിൽ മിയോങ് അവിടെ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്തു വെക്കുകയാണ്. കാരണം അവൾക്ക് ഡിവോഴ്സിനായി കയ്യിൽ തെളിവ് വേണമായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് മിസ്റ്റർ ലൂ വന്നത്. അവനും അവിടെ പാർട്ടിയിൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ അവളോട് ചോദിച്ചു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? അവൾ പറഞ്ഞു, ഏയ്, ഞാൻ വെറുതെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയായിരുന്നു. പിന്നീട് മിസ്റ്റർ ലൂ ലിസനെയും കൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറി നിന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, നിനക്ക് ഈ ഡ്രസ്സ് ആരാണ് വാങ്ങിത്തന്നത്? അവൾ പറഞ്ഞു, ഇത് മിയോങ് ആണ് എനിക്ക് വാങ്ങിത്തന്നത്. അപ്പോൾ അവൻ അവളെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ ഇന്ന് രാത്രി 12 മണിക്ക് എൻ്റെ വീട്ടിൽ വരണം. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്തായി പറയുന്നത്? ഞാനിപ്പോൾ ഈ പാർട്ടിയിലല്ലേ ഉള്ളത്. 12 മണിക്ക് ഞാൻ എങ്ങനെ നിൻ്റെ വീട്ടിലെത്തും? ഇപ്പം തന്നെ സമയം 12 മണി ആവാറായി. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, അതൊന്നും എനിക്കറിയണ്ട, നീ വരണം. അവസാനം അവൾ വേറെ വഴിയില്ലാണ്ട് 12 മണിക്ക് ഞാൻ നിന്റെ വീട്ടിലെത്താമെന്ന് ലൂയോട് പറയുന്നു. പിന്നീട് മിസ്റ്റർ ലൂ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ മിയോങ്ങിന്റെ മരുമകൾ അവളുടെ അമ്മയുമായി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മിയോങ്ങിന്റെയും ലിസന്റെയും ഡിവോഴ്സ് ഉടനെ തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് മിയോങ്ങുമായി റിലേഷൻഷിപ്പിലാകാമെന്നും മരുമകൾ പറയുന്നു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നീ ടെൻഷൻ ആവണ്ട, ഞാൻ നിന്നെയും മിയോങ്ങിനെയും ഒരുമിപ്പിക്കാം. അവളുടെ അമ്മയ്ക്ക്, അതായത് മിയോങ്ങിന്റെ സഹോദരിക്ക്, മിയോങ്ങിന്റെ സ്വത്തിലാണ് നോട്ടം. പക്ഷെ അവരുടെ മകള് മിയോങ്ങിനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് വന്ന മിയോങ്ങിനോട് മരുമകൾ മിയോങ്ങിന്റെ അച്ഛനും ലിസനും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുന്നു. ഇത് കേട്ട് മിയോങ് ഷോക്ക് ആകുന്നുണ്ടെങ്കിലും അവൻ അത് കാര്യമായി എടുക്കുന്നില്ല. കാരണം അത് തൻ്റെ അച്ഛൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നവൻ വിചാരിക്കുന്നു. അതിനുശേഷം മരുമകൾ മിയോങ്ങുമായിട്ട് കുറെ സൗഹൃദ സംഭാഷണം നടത്തുന്നു. അടുത്ത സീനിൽ ലിസൻ ഒരു ടാക്സിയിൽ മിസ്റ്റർ ലൂവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളാണെങ്കിൽ ടാക്സി ഡ്രൈവറിനോട് നല്ല സ്പീഡിൽ വണ്ടി വിടാൻ പറയുന്നുണ്ട്, എന്നെ വേഗം അവിടെ എത്തിക്കണം എന്നൊക്കെ അയാളോട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം തിരക്ക് എന്നൊക്കെ ഡ്രൈവർ അവളോട് ചോദിക്കുന്നുണ്ട്. നീ എന്നെ എത്രയും വേഗം അവിടെ എത്തിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇത് കേട്ട് ഡ്രൈവർ പറഞ്ഞു, എന്നാ നിങ്ങൾ ആ സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ എന്നും പറഞ്ഞ് അയാൾ വണ്ടി പറപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ അവസാനം മിസ്റ്റർ ലൂവിൻ്റെ വീട്ടിലെത്തി. അവൻ അവൾക്ക് വേണ്ടി ഡിന്നറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. പിന്നീട് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുന്നു. ഫുഡ് ലിസന് ഭയങ്കര ഇഷ്ടമാകുന്നു. അവൾ അവനോട് ചോദിച്ചു, നീ എങ്ങനെ ഇത്ര നന്നായി കുക്ക് ചെയ്യാൻ പഠിച്ചത്? അവൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അങ്ങനെ എനിക്ക് വേണ്ടി ഫുഡ് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഇതൊക്കെ പഠിച്ചു. പിന്നീട് ലിസൻ മിസ്റ്റർ ലൂവിനോട് വളരെ സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നു. കാരണം അവളും മിസ്റ്റർ ലൂവും തമ്മിലുള്ള ബന്ധം പുറത്താരോടും അവൻ പറയരുതെന്നാണ് അവൾ വിചാരിക്കുന്നത്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യുന്നു. പിറ്റേ ദിവസം രണ്ടാളും ഒരുമിച്ച് ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ലിസനും മിസ്റ്റർ ലൂവും ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയാണ്. പക്ഷേ മിസ്റ്റർ ലൂ പറഞ്ഞു, ഇനി എനിക്ക് ഇങ്ങനെ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഉടനെ തന്നെ അവൻ ഒരു ടാക്സി വിളിച്ചു. അവർ രണ്ടുപേരും കൂടി ടാക്സിയിൽ കയറി ഓഫീസിലേക്ക് പോയി. ഇവിടെ മിസ്റ്റർ ലൂ വളരെ ആശ്ചര്യപ്പെട്ടാണ് ലിസന്റെ കൂടെ കാറിലിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ലിസൻ തന്നോട് എത്ര നന്നായിട്ടാണ് സംസാരിച്ചത് എന്നാണ് അവൻ ആലോചിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അവൾ ഇത്ര നന്നായിട്ട് തന്നോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അതിനുശേഷം അവർ രണ്ടാളും ഓഫീസിൽ എത്തിച്ചേരുന്നു. പിന്നീട് ലിസൻ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ മിസ്റ്റർ ലൂവിന് വായിക്കാൻ ഒരു ലെറ്റർ എഴുതിയിട്ട് അവൻ്റെ റൂമിൽ കൊണ്ടുവെക്കാനായി പോവുകയാണ്. പക്ഷേ അവിടെ അപ്പോൾ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് ലിസൻ അറിഞ്ഞിരുന്നില്ല. ആ മീറ്റിങ്ങിൽ അവളുടെ ഹസ്ബൻഡ് മിയോങ്ങും വേറെ കുറേ ആളുകളും ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് അവിടേക്ക് ഭക്ഷണവുമായി ഒരാൾ വന്നത്. ആർക്കെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് അയാൾ എല്ലാവരോടുമായി പറഞ്ഞു. ലിസൻ, എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മിയോങ് പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല.
സത്യം പറഞ്ഞാൽ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതിന് ശേഷം മിയോങ് ലിസൺ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നു. എന്നിട്ട് അവളോട് ചോദിച്ചു, അല്ല, നീ നേരത്തെ എന്തിനാണ് മിസ്റ്റർ ലൂവിൻ്റെ റൂമിലേക്ക് വന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അതിനുള്ളിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. നിങ്ങൾ അതിനകത്തുണ്ടെന്നും എനിക്കറിയാം. നിങ്ങൾക്ക് വായിക്കാൻ ഒരു ലെറ്റർ തരാനാണ് ഞാൻ അങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് അവൾ കയ്യിലിരുന്ന ലെറ്റർ എടുത്ത് മിയോങ്ങിന് കൊടുത്തു. കുറച്ചു കഴിഞ്ഞ് മിയോങ് ആ ലെറ്റർ കീറിക്കളയുകയാണ് ഉണ്ടായത്. പിന്നീട് മിയോങ് ലിസനോട് ചോദിച്ചു, നീ എന്നിൽ നിന്നും എന്താണ് മറച്ചു വെക്കുന്നത്? അപ്പോൾ ലിസൺ പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ രണ്ടാളും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നാൽ തന്നെ ഞാൻ സന്തോഷവതിയാകും. പിന്നീട് മിയോങ് ലിസനെ നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി തൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. അതിനുശേഷം മിയോങ്ങും ലിസനും കൂടി ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നു. അവിടെ മിയോങ്ങിൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അതിനുശേഷം ലിസൺ ഈ പാർട്ടി നടക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് അപ്പുറത്തേക്ക് പോയി. പിന്നീട് അവൾ യെമ്മിങ് എന്ന് പറയുന്ന പെൺകുട്ടിയെ, അതായത് സിനിമയുടെ തുടക്കത്തിൽ മിയോങ്ങുമായി പ്രേമിച്ചു കൊണ്ടിരുന്ന പെണ്ണിനെ കണ്ടുമുട്ടി. യെമ്മിങ് ലിസനോട് ചോദിച്ചു, നീ ഈ പാർട്ടിയിൽ എങ്ങനെയാണ് വന്നത്? ലിസൺ പറഞ്ഞു, ഞാൻ എൻ്റെ ഹസ്ബൻഡ് മിയോങ്ങിൻ്റെ കൂടെ വന്നതാണ്. മിയോങ് എന്നെ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടു വന്നതാണ്. അപ്പോൾ യെമ്മിങ് പറഞ്ഞു, എന്തായാലും നിന്നെ കണ്ടതോടെ എൻ്റെ മൂഡ് മുഴുവനും പോയി. അപ്പോൾ ലിസൺ പറഞ്ഞു, എനിക്കതിലൊരു കാര്യവുമില്ല. ഒന്നാമതായിട്ട് എനിക്ക് ഈ പാർട്ടിയിൽ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് യെമ്മിങ് ലിസനെ അടിക്കാനായി കൈ ഉയർത്തുകയാണ്. പക്ഷെ അപ്പോൾ തന്നെ ലിസൺ അവളുടെ കൈക്ക് പിടിച്ചു. പിന്നീട് അവളുടെ കൈ പിടിച്ച് തിരിക്കുന്നു. അതിനാൽ യെമ്മിങ്ങിൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് പൊട്ടിപ്പോകുന്നു. യെമ്മിങ് ലിസനോട് പറഞ്ഞു, നീ എൻ്റെ വില കൂടിയ വാച്ച് പൊട്ടിച്ചു. അതൊരു ഡയമണ്ട് വാച്ചായിരുന്നു. അതിൻ്റെ വില എത്രയാണെന്ന് അറിയോ നിനക്ക്? അപ്പോൾ ലിസൺ പറഞ്ഞു, നിന്റെ വാച്ച് ഞാൻ വേണമെന്ന് വിചാരിച്ച് പൊട്ടിച്ചതല്ല. നീയല്ലേ എന്നെ അടിക്കാൻ കൈയോങ്ങിയത്. പിന്നീട് ലിസൺ വീണ്ടും പാർട്ടി നടക്കുന്ന മെയിൻ സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് യെമ്മിങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസൺ തൻ്റെ വാച്ച് പൊട്ടിച്ച കാര്യം പറയുന്നു. മാത്രമല്ല ലിസൺ ആ വാച്ചിൻ്റെ പൈസ തരാൻ റെഡിയല്ല എന്നുകൂടി അവൾ പറഞ്ഞു. അപ്പോൾ ലിസൺ പറഞ്ഞു, ഞാൻ ആ വാച്ച് അറിഞ്ഞുകൊണ്ട് പൊട്ടിച്ചതല്ല. അപ്പോൾ മിയോങ് പറഞ്ഞു, വാച്ചിൻ്റെ പൈസ നിനക്ക് ഞാൻ തന്നോളാം എന്ന്. അപ്പോൾ ലിസൺ പറഞ്ഞു, വേണ്ട, ആ വാച്ചിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണ്ട, ഞാൻ തന്നെ അവൾക്ക് കൊടുത്തോളും. അതിനുശേഷം എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ലിസൺ മിസ്റ്റർ ലൂവിനെ കണ്ടപ്പോൾ പാർട്ടിയിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. യെമ്മിങ്ങിന് വാച്ച് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവൾക്ക് പൈസക്ക് അത്യാവശ്യമുണ്ടെന്ന് അവൾ പറയുന്നു. അപ്പോൾ മിസ്റ്റർ ലൂ അവളോട് ചോദിച്ചു, നീ എനിക്ക് ആ വാച്ചിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ലിസൺ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഇത് കണ്ട് മിസ്റ്റർ ലൂ പറഞ്ഞു, ഇതൊരു കള്ള വാച്ചാണ്, അല്ലാതെ ഡയമണ്ട് ഒന്നും അല്ല. ഇത് കേട്ട് ലിസൺ ഷോക്കാകുന്നു. അവൾ ചോദിച്ചു, നീ പറയുന്നത് സത്യമാണോ? അതെ, സത്യം തന്നെയാണെന്ന് അവൻ പറയുന്നു. പിറ്റേ ദിവസം മിസ്റ്റർ ലൂവും ലിസനും കൂടി യെമ്മിങ്ങിൻ്റെ അടുത്തേക്ക് പോയി. മിസ്റ്റർ ലൂ പറഞ്ഞു, നിന്റെ ഈ വാച്ചുണ്ടല്ലോ, ഇതൊരു കള്ള വാച്ചാണ്, അല്ലാണ്ട് ഇതൊരു ഡയമണ്ട് ഒന്നും അല്ല. ഇതിൻ്റെ പേരിൽ ഇനി നീ ലിസനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ യെമ്മിങ് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് മിസ്റ്റർ ലൂവിന് വാച്ചിനെ കുറിച്ച് ഒരു അറിവുമില്ല എന്നാണ്. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, എനിക്ക് വാച്ചിനെ കുറിച്ച് നല്ല അറിവുണ്ട്. പിന്നെ അവളോട് പറഞ്ഞു, നീ ഇനിയും സത്യം പറഞ്ഞില്ലെങ്കിൽ ലിസൺ നിനക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, നീ ജയിലിൽ പോകേണ്ടിയും വരും. ഇത് കേട്ടപ്പോൾ യെമ്മിങ് വല്ലാതെ പേടിച്ചുപോയി. അവൾ സത്യം തുറന്നു പറഞ്ഞു. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. നീ കുറച്ച് പൈസ ലിസൺ എന്തായാലും കൊടുത്തേ പറ്റൂ. പിന്നീട് യെമ്മിങ് കുറച്ചു പൈസ ലിസന് കൊടുത്തിട്ട് അവിടുന്ന് സ്ഥലം വിടുന്നു. ലിസന് ഇതിൽ വളരെ സന്തോഷം തോന്നി. അടുത്ത സീനിൽ ലിസൺ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. മിസ്റ്റർ ലൂ അവളെ കണ്ടിട്ട് വളരെ ആശ്ചര്യത്തോടെ നോക്കുന്നു. കാരണം അവൾ നല്ലൊരു ആക്ടർ കൂടിയാണ്. അവിടെ മിയോങ്ങും ഉണ്ട്. പിന്നീട് മിസ്റ്റർ ലൂ മിയോങ്ങിനോട് പറഞ്ഞു, ലിസൺ സ്കൂൾ ടൈമിൽ തന്നെ നല്ലൊരു നടിയായിരുന്നു എന്ന്. അതിനുശേഷം നമ്മൾ ഫ്ലാഷ് ബാക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ ലിസൺ ആക്ടിങ്ങിൽ നന്നായി പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ മിയോങ്ങിനാണെങ്കിൽ മിസ്റ്റർ ലൂവിൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട്. ലിസൺ തന്നോട് ഡിവോഴ്സ് വാങ്ങിയിട്ട് ഇവനുമായിട്ട് ജീവിക്കുമോ എന്ന് മിയോങ്ങിന് സംശയം തോന്നുന്നു. അടുത്ത സീനിൽ മിയോങ്ങിൻ്റെ മുത്തച്ഛൻ സുഖമില്ലാതെ കിടക്കുകയാണ്. ലിസൺ മുത്തച്ഛനെ കണ്ട് അസുഖത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, ഞാനിപ്പോൾ ഓക്കെയാണ്. അതിനുശേഷം മുത്തച്ഛൻ ലിസനോട് ചോദിച്ചു, മിയോങ്ങിൻ്റെയും നിൻ്റെയും ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? ലിസൺ മുത്തച്ഛനോട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കള്ളം പറയുന്നു. അതിനുശേഷം ലിസൺ പുറത്തു പോയിട്ട് മിയോങ്ങിനോട് സംസാരിക്കുന്നു. മുത്തച്ഛൻ അവരറിയാതെ അവരുടെ സംസാരം ഒളിച്ചു നിന്ന് കേൾക്കുന്നു. ഇവിടെ മുത്തച്ഛൻ അസുഖമാണെന്ന് അഭിനയിക്കുകയായിരുന്നു. അദ്ദേഹം രണ്ടാളെയും കൂട്ടി യോജിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് അദ്ദേഹം അസുഖം അഭിനയിച്ചത്. അതിനുശേഷം ലിസൺ മിയോങ്ങിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നമുക്കിടയിലുള്ള പ്രശ്നങ്ങൾ മുത്തച്ഛനോട് പറഞ്ഞത്? മിയോങ് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കിപ്പോഴും അറിയില്ല നമ്മുടെ ഡിവോഴ്സിൻ്റെ കാര്യം മുത്തച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്ന്. അതിനുശേഷം ലിസൺ വീണ്ടും അകത്തേക്ക് കയറി. ഇത് കണ്ട മുത്തച്ഛൻ വേഗം തന്നെ കട്ടിൽ പോയി കിടന്നു. ലിസൺ പറഞ്ഞു, മുത്തച്ഛൻ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം, ഞാൻ പിന്നീട് ഒരു ദിവസം കാണാൻ വരാം
എന്നിട്ട് അവൾ അവിടുന്ന് പോയി. പിന്നീട് മിസ്റ്റർ ലൂ ലിസനെ കണ്ടപ്പോൾ അവളോട് പറഞ്ഞു, ഞാൻ നിന്റെ ആക്ടിങ് കണ്ടു, നീ നന്നായി ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, നീ നിന്റെ കരിയർ നോക്കണം, നീ അഭിനയിക്കണം. അപ്പോൾ ലിസൻ പറഞ്ഞു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കങ്ങനെ അത്ര നന്നായിട്ട് അഭിനയിക്കാനൊന്നും അറിയില്ല. അപ്പോൾ മിസ്റ്റർ ലൂ പറഞ്ഞു, എനിക്കറിയാം, നീ നേരത്തെ തന്നെ നന്നായി അഭിനയിക്കുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ആ ശരിയാണ്, ഞാൻ സ്കൂളിൽ വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം മിസ്റ്റർ ലൂ അവളെയും കൊണ്ട് ഒരു ആക്ടിംഗ് സ്കൂളിലേക്ക് പോകുന്നു. അവിടെ ലിസൻ ആക്ടിംഗ് തുടങ്ങി. ഇത് കണ്ട് അവിടെയുള്ള 2 പേർ അവളെ കളിയാക്കാൻ തുടങ്ങി. അവർ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൾക്ക് എന്ത് ആക്ടിംഗ് അറിയാം, ഇവൾ ഇപ്പോൾ ഇവിടെ വന്നതല്ലേ ഉള്ളൂ, ഇവൾക്ക് ഒരു റോളും കൊടുക്കുന്നത് ശരിയല്ല. ഈ സമയത്ത് അവരെ 2 പേരെയും അവരുടെ ടീച്ചർ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇതെന്താണ് കാണിക്കുന്നത്, ഇവൾ മിസ്റ്റർ ലൂവിൻ്റെ കൂടെ വന്നവളാണ്, മിസ്റ്റർ ലൂ നമ്മുടെ ആക്ടിംഗ് സ്കൂളിന് വേണ്ടി $1 മില്യൺ തന്നിരിക്കുന്നത്. പൈസ തന്ന കാര്യം കേട്ടപ്പോൾ ഇവർ രണ്ടാളും ഭയങ്കര സന്തോഷത്തിലായി. അവർ വേഗം തന്നെ പോയി ലിസനോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അവളോട് പറഞ്ഞു, നീ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ലിസൻ വീണ്ടും തൻ്റെ ആക്ടിംഗ് ആരംഭിച്ചു. അവരുടെ ആക്ടിംഗ് കണ്ട് ടീച്ചറും മറ്റുള്ളവരും വളരെ ഇംപ്രസ് ആവുന്നു. അവരുടെ അഭിനയം കണ്ട് മിസ്റ്റർ ലൂവും വളരെയധികം സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ ലിസൻ തൻ്റെ പഴയ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവിടെ മിയോങ് പ്രസംഗിക്കാൻ വന്ന് നിൽക്കുകയാണ്. അവൻ പ്രസംഗിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഇവിടെയുള്ള എല്ലാവരും സ്വയം വിശ്വസിക്കണം, അവരവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നന്നായി പരിശ്രമിക്കണം, അപ്പോഴാണ് എല്ലാവർക്കും ഉയരങ്ങളിലെത്താൻ കഴിയുക. മിയോങ്ങിന്റെ പ്രസംഗം കേട്ട് എല്ലാവരും അവനിൽ വളരെ ഇംപ്രസ് ആകും. ആ സമയത്ത് ലിസന് തൻ്റെ ചില പഴയ കാല ഓർമ്മകൾ വരുന്നു. ആ ഓർമ്മ ഇതായിരുന്നു, പണ്ട് സ്കൂൾ ടൈമിൽ വെള്ളത്തിൽ വീണപ്പോൾ മിസ്റ്റർ ലൂ ആണ് അവളെ രക്ഷിച്ചത്. പക്ഷേ അത് അവൾക്ക് ഇപ്പോഴും അറിയില്ല. അവൾക്ക് ബോധം വന്നപ്പോൾ മിസ്റ്റർ ലൂ അവിടുന്ന് പോയിരുന്നു. പിന്നീട് അവൾ ഒരു ഷോപ്പ് കീപ്പറിനോട് പോയി ചോദിച്ചു, എന്നെ ആരാണ് വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്? അപ്പോൾ അയാൾ പറഞ്ഞു, നിന്നെ രക്ഷിച്ചവൻ ഇപ്പോൾ ഈ സ്കൂളിലില്ല, അവൻ ഈ സ്കൂൾ വിട്ടുപോയി എന്ന്. അടുത്ത സീനിൽ ലിസൻ മിയോങ്ങിനെ നോക്കുന്നതാണ് കാണിക്കുന്നത്. ലിസന് തോന്നുന്നത് മുൻപ് തന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത് മിയോങ് ആണ് എന്നാണ്. അവൾ അവനോട് അതെപ്പോഴും പറയാറുമുണ്ട്, നിങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അതിലെനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുമുണ്ട്. ഇതവൾ മിയോങ്ങിനോട് പറയുമ്പോഴൊക്കെ മിയോങ് അത്ഭുതപ്പെടും. കാരണം അവന് അങ്ങനെ ഒരു സംഭവം അറിയില്ല. അവൻ അവളെ തിരുത്താനും പോയില്ല. അവൻ എപ്പോഴും തൻ്റെ മനസ്സിൽ പറയും, അതായത് ഞാനല്ല അന്ന് നിന്റെ ജീവൻ രക്ഷിച്ചതെന്ന്. അവളാണെങ്കിൽ എപ്പോഴും അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത സീനിൽ ലിസൻ മിസ്റ്റർ ലൂവിനെ മുത്തച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ലിസൻ മിയോങ്ങുമായി ഡിവോഴ്സ് നടത്താൻ തീരുമാനിച്ച കാര്യമൊക്കെ മുത്തച്ഛൻ അറിഞ്ഞിരുന്നു. മുത്തച്ഛൻ അവളെ കുറിച്ചോർത്ത് വളരെ ദുഃഖമുണ്ട്. മിസ്റ്റർ ലൂവിനെ അവളുടെ കൂടെ കണ്ടപ്പോൾ മുത്തച്ഛന് സന്തോഷമായി. കുറച്ചു കഴിഞ്ഞ് മിസ്റ്റർ ലൂ അവിടുന്ന് പോയി. മുത്തച്ഛൻ അവളോട് പറഞ്ഞു, നീ എപ്പോഴും സന്തോഷവതിയായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പിന്നീട് മുത്തച്ഛൻ അവളോട് ചോദിച്ചു, നിനക്ക് മിസ്റ്റർ ലൂവിനെ നല്ല വിശ്വാസമുണ്ടല്ലോ അല്ലേ? ഞാനിത് നിന്നോട് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നീ ഭാവിയിൽ ഒരിക്കലും ദുഃഖിതയായി കാണാൻ എനിക്ക് ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് ചോദിച്ചത്. അപ്പോൾ ലിസൻ പറഞ്ഞു, ഇക്കാര്യത്തിൽ മുത്തച്ഛന് ഒരു ടെൻഷനും വേണ്ട, മിസ്റ്റർ ലൂ നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് വിഷമം വരുന്ന ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല. അടുത്ത സീനിൽ യമിങ് തൻ്റെ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ സമയം ചെലവിടുന്നതാണ് കാണിക്കുന്നത്. അവനെ വശീകരിച്ച് ലിസനെതിരെ പകരം വീട്ടുകയാണ് അവളുടെ ഉദ്ദേശം. അതിനുവേണ്ടി അവൾ തൻ്റെ ബോയ് ഫ്രണ്ടിനെ ലിസന്റെ ബെഡ്റൂമിൽ കയറ്റി വിടുന്നു. അങ്ങനെ അവൻ ലിസനെ കിസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ യമിങ് പുറത്തേക്ക് പോയി ആ വിവരം മിയോങ്ങിനോട് പറയുന്നു. അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ലിസൻ അവളുടെ കാമുകനുമായി ബെഡ്റൂമിലുണ്ട്, അതുകൊണ്ട് അവൾ ഇപ്പോഴും വാതിൽ തുറക്കില്ല എന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന മിയോങ് ഓടി വന്ന് ഡോറ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഒരുവന്റെ കൂടെ കിടക്കുന്ന ലിസനെയാണ്. അവൾക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ മിയോങ് ലിസനെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നു. അവൻ പറഞ്ഞു, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്, നിനക്കിതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു? മിയോങ്ങിന് ഭയങ്കരമായിട്ട് ലിസനോട് ദേഷ്യം വന്നിരുന്നു. അവൻ അവളെ ബാത്റൂമിൽ പൂട്ടിയിട്ടു. അപ്പോഴും ലിസൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അവൾ അവനോട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ മിയോങ്ങിന് മനസ്സിലായി ലിസൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന്. ആ സമയത്ത് തന്നെ ലിസന്റെ ബെഡ്റൂമിൽ കിടന്ന ആ ചെറുപ്പക്കാരനും യമിങ് ആണ് ഇതിന്റെ പിന്നിൽ എന്ന സത്യം വിളിച്ചു പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് യമിങ് മിയോങ്ങിനോട് മാപ്പ് ചോദിക്കുന്നതാണ്. അവൾ പറഞ്ഞു, എന്നോട് മാപ്പാക്കണം, ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. പക്ഷെ മിയോങ് ഭയങ്കര ദേഷ്യത്തിൽ തന്നെ ആയിരുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ലിസനെ അവൻ ഒരുപാട് വഴക്കു പറഞ്ഞു. അതിനുശേഷം മിയോങ് യമിങ്ങിനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. പിന്നീട് ലിസനോട് അവൻ മാപ്പ് ചോദിച്ചു. അവൻ പറഞ്ഞു, നീ എനിക്ക് മാപ്പ് തരണം, യമിങ് പറഞ്ഞത് വിശ്വസിച്ച് ഞാൻ നിന്നെ സംശയിച്ചു. അങ്ങനെയൊക്കെ അവൻ പറഞ്ഞെങ്കിലും ലിസൻ അവനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ലിസൻ മിസ്റ്റർ ലൂവിനെ ഫോൺ വിളിച്ചു. ഇപ്പോൾ ലിസനും മിസ്റ്റർ ലൂവും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത സീനിൽ ലിസൻ തൻ്റെ ഓഫീസിലുള്ള സമയത്ത് മിയോങ് അവിടേക്ക് വരികയും അവളോട് വീണ്ടും മാപ്പ് പറയാൻ തുടങ്ങി. എന്നിട്ട് അവൻ
ഞാൻ ഇന്നൊരു പാർട്ടിക്ക് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നു. അവൾ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം മിയോങ് ഒരുപാട് തവണ നിർബന്ധിച്ചപ്പോൾ അവൾ ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി പോയി. വീണ്ടും ആ പാർട്ടിക്കിടയിൽ വെച്ച് മിയോങ് ലിസനോട് അന്നത്തെ സംഭവത്തിന്റെ പേരിൽ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ ലിസൻ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് ലിസന് ആ പാർട്ടിക്കിടയിൽ വെച്ച് സുഖമില്ലാണ്ടാവുന്നതാണ്. അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ അവൾ മിസ്റ്റർ ലൂവിനെ ഫോൺ വിളിച്ച് വിവരം പറഞ്ഞു. പിന്നീട് ലിസനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. ബോധം വന്ന ലിസനോട് നഴ്സ് അവൾ പ്രഗ്നന്റ് ആണെന്ന വിവരം പറയുന്നു. ഇത് കേട്ട് മിസ്റ്റർ ലൂവിന് സന്തോഷം തോന്നുന്നു. ലിസൻ ആദ്യം ഷോക്കായി തോന്നിയെങ്കിലും പിന്നീട് അവളും സന്തോഷിക്കുന്നു. പിന്നീട് ലിസൻ താൻ പ്രഗ്നന്റ് ആണെന്ന റിപ്പോർട്ടും എടുത്ത് നേരെ മിയോങ്ങിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോയി. താൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് തനിക്ക് തരാമെന്ന് പറഞ്ഞ സ്വത്തെല്ലാം എഴുതി വാങ്ങുന്നു. പിന്നീട് അവിടേക്ക് മിയോങ്ങിന്റെ മരുമകൾ വരികയും അവൾ ലിസനോട് പറഞ്ഞു, നീ മിയോങ്ങിനെ ചതിച്ചവളാണ്, ഇപ്പോൾ നിനക്ക് ഇവിടുത്തെ സ്വത്തും കിട്ടിയല്ലോ. ഇത് കേട്ടാ ലിസന് ദേഷ്യം വന്നു. അവൾ ചോദിച്ചു, പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് മിയോങ് ദേഷ്യപ്പെട്ട് ലിസനെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി ഒരു വലിയ കിടങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ലിസൻ കാറിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവളുടെ മുന്നിൽ ഒരു വലിയ കിടങ്ങാണുള്ളത്. മിയോങ് അവളുടെ കഴുത്തിന് പിടിച്ച് ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ എൻ്റെ ജീവിതം ഇല്ലാതാക്കിയില്ലേ? ഇത് കേട്ട് ലിസൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിടൂ, നിങ്ങൾ ഇതെന്താ ചെയ്യുന്നത്? പെട്ടെന്ന് മിയോങ് അവളുടെ കഴുത്തിലെ പിടിവിട്ടിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ എന്നോട് ക്ഷമിക്കണം, നിന്നോട് ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞാൻ നിന്നെ ഒരിക്കലും സന്തോഷിപ്പിച്ചിട്ടില്ല. അതിനുശേഷം അവൻ ആ വലിയ കിടങ്ങിലേക്ക് എടുത്തു ചാടാനായി റെഡി ആവുകയാണ്. എന്നിട്ട് അവളോട് പറഞ്ഞു, നിന്നെ സ്കൂളിൽ വെച്ച് വെള്ളത്തിൽ വീണപ്പോൾ രക്ഷിച്ചവൻ ഞാനല്ല, എൻ്റെ മരണശേഷമെങ്കിലും നീ എനിക്ക് മാപ്പ് തരണം, നീ സന്തോഷത്തോടെ ജീവിക്കണം. അപ്പോൾ ലിസൻ പറഞ്ഞു, അബദ്ധമൊന്നും കാണിക്കരുത്, ഞാൻ നിങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കില്ല, നമുക്കിടയിൽ സംഭവിച്ചതെല്ലാം നമുക്ക് മറക്കാം, ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. അതിനുശേഷം മിയോങ് തൻ്റെ മരണശ്രമം ഉപേക്ഷിക്കുന്നു. പിന്നീട് രണ്ടാളും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ വഴിയിൽ വെച്ച് അവർ മിസ്റ്റർ ലൂവിനെ കാണുന്നു. ലിസൻ മിയോങ്ങിനോട് പറഞ്ഞു, അവൾ മിസ്റ്റർ ലൂവിനെ വളരെയധികം സ്നേഹിക്കുന്നു. ഇത്രയും പറഞ്ഞ് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. മിസ്റ്റർ ലൂ ദേഷ്യത്തിൽ മിയോങ്ങിനെ അടിക്കാനായി വരുന്നു. പക്ഷേ ലിസൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, മിയോങ് ആണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അവനെ ഒന്നും ചെയ്യരുത് എന്ന്. പിന്നീട് മിസ്റ്റർ ലൂ ലിസനെ എടുത്തിട്ട് അവിടുന്ന് പോകുന്നു. പിന്നീട് മിസ്റ്റർ ലൂ ലിസനെ വളരെയധികം ശുശ്രൂഷിക്കുന്നു, കാരണം അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. ഇതിനിടയിൽ മിയോങ് കുറച്ച് ഗുണ്ടകളെ കൂട്ടിക്കൊണ്ടുവന്ന് മിസ്റ്റർ ലൂവിനെ ആക്രമിക്കുന്നു. പക്ഷേ മിസ്റ്റർ ലൂ ആ ആക്രമികളിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് അവൻ മിയോങ്ങിനിട്ട് നല്ല അടി കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇങ്ങനത്തെ പണിക്ക് നീ വരാൻ പാടില്ല, മാത്രമല്ല ഇനി എൻ്റെയും ലിസന്റെയും പരിസരത്ത് നിന്നെ കാണരുത് എന്നും പറഞ്ഞു. മിസ്റ്റർ ലൂവിൻ്റെ ശരീരത്തിലെ മുറിവിൻ്റെ പാടുകൾ കണ്ട സെക്രട്ടറി ഇതാരാണ് ചെയ്തതെന്നും അവനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നും മിസ്റ്റർ ലൂവിനോട് പറഞ്ഞപ്പോൾ മിസ്റ്റർ ലൂ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അയാളെ തടയുന്നു. അടുത്ത സീനിൽ മിസ്റ്റർ ലൂ തൻ്റെ കമ്പനിയിൽ ഒരു മീറ്റിംഗ് വെക്കുന്നു. ആ മീറ്റിംഗിൽ മിയോങ്ങും ഉണ്ടായിരുന്നു. പെട്ടെന്ന് മിയോങ്ങിന് സുഖമില്ലാണ്ടായി. അവൻ വേഗം പുറത്തേക്ക് പോയി. ഇനി തനിക്ക് അധികകാലം ആയുസ്സില്ല എന്ന് മിയോങ്ങിന് തോന്നി. അതുകൊണ്ട് തന്നെ അവൻ ലിസനെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അടുത്ത സീനിൽ ലിസൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ വേറെ ഏതോ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മിയോങ് അവളോട് താൻ അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു. അവർ രണ്ടാളും ഒരു ഷിപ്പിലായിരുന്നു. ലിസൻ അവിടെ വെച്ച് ലാപ്ടോപ്പിലൂടെ മിസ്റ്റർ ലൂവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ മിയോങ് അവളോട് പറഞ്ഞു, ഇതൊരു ഷിപ്പാണ്, ഇവിടെ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് നിനക്ക് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ ലൂ ആണെങ്കിൽ ലിസനെ കാണാതെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഈ സമയത്ത് ലിസൻ മിയോങ്ങിനോട് പറയുന്നു, എനിക്ക് ഡോക്ടറെ കാണണം, ഞാൻ പ്രഗ്നൻ്റ് ആണ്, എനിക്ക് ഈ ഷിപ്പിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ മിയോങ് പറഞ്ഞു, എനിക്കറിയാം നീ പ്രഗ്നൻ്റ് ആണെന്ന്, നീ ടെൻഷൻ ആവണ്ട, നീ ഇവിടെ കുറേ ദിവസമൊന്നും താമസിക്കേണ്ടി വരില്ല. പിന്നീട് മിയോങ്ങും ലിസനും ഒരു ഐലൻഡിൽ എത്തിച്ചേരുന്നു. അവിടെ മിയോങ്ങും ലിസനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വെച്ച് അവൻ ലിസന്റെ കൂടെ ഓരോ നിമിഷവും സന്തോഷത്തോടെ കഴിയാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനുശേഷം അവൻ ലിസനെ ആ ഐലൻഡിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ സ്വന്തം നാട്ടിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് മിയോങ്, ഇനി എനിക്ക് അധികകാലം ജീവിതമില്ല, നിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാനാണ് നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് ഐലൻഡിലേക്ക് കൊണ്ടുപോയത് എന്നൊക്കെ അവളോട് പറയുന്നു. ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ എന്നും അവളോട് പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് മിസ്റ്റർ ലൂ വന്നു. ലിസൻ ഓടിപ്പോയി മിസ്റ്റർ ലൂവിനെ കെട്ടിപ്പിടിച്ചു. ആ സമയത്ത് മിസ്റ്റർ ലൂവിൻ്റെ ആളുകൾ മിയോങ്ങിനെ പിടിച്ചു. അപ്പോൾ ലിസൻ മിസ്റ്റർ ലൂവിനോട് പറഞ്ഞു, മിയോങ്ങിനെ ഒന്നും ചെയ്യരുത്, അവൻ എന്നോട് ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ മിസ്റ്റർ ലൂ മിയോങ്ങിനെ വെറുതെ വിടുന്നു. ഇപ്പോൾ മിസ്റ്റർ ലൂവും ലിസനും ഭയങ്കര സന്തോഷത്തിലാണ്. ലിസൻ ഇപ്പോൾ ഒരു ഫേമസ് ആക്ട്രസ്സായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവൾ അഭിനയിച്ച സിനിമ ഭയങ്കര ഹിറ്റായിരിക്കുകയാണ്.
അടുത്ത സീനിൽ മിയോങ്ങിന് ഇപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവനും ജീവിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടിയിരിക്കുകയാണ്. അവസാനം മിസ്റ്റർ ലു ലിസനോട് തന്നെക്കുറിച്ചുള്ള സത്യമെല്ലാം തുറന്നു പറയുകയാണ്. അതായത് മിസ്റ്റർ ലു സ്കൂൾ ടൈമിൽ തന്നെ ലിസനെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല അവനാണ് അവളെ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്നും രക്ഷിച്ചതും. അതൊക്കെ അവൻ അവളോട് പറഞ്ഞു. ഇത് കേട്ട ലിസൻ ആകെ ഷോക്കാവുന്നു. അവസാനം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതോടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ ഡ്രാമ നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീണ്ടും അടുത്ത ഡ്രാമയുമായി നമുക്ക് കാണാം.